10ാം ക്ലാസ് വളരെ ടഫാണ്. കുറേ പഠിക്കാനുണ്ടാവും. ഇങ്ങനെയാണ് നിങ്ങൾ വിചാരിച്ചു വെച്ചത് എന്നുണ്ടെങ്കിൽ അത് തീർത്തും ഒരു തെറ്റായ കാര്യമാണ്. ഈ 10th ആണ് നിങ്ങളുടെ ജീവിതത്തിലെ ഗോൾഡൻ മൊമെൻറ്റ്സ്. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ നിമിഷങ്ങൾ. ഈ 10ലെ മാർക്സാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നാഴികക്കല്ലാവാൻ പോകുന്നത്. നിങ്ങൾക്കൊരു പക്ഷേ നിങ്ങളുടെ 8ത്തിലോ 7ത്തിലോ മാർക്കൊന്നും ഓർമ്മ ഉണ്ടായില്ല. നിങ്ങൾ ഇതുവരെ പഠിച്ചു എന്നതിന് പ്രത്യേകിച്ച് ഒരു പ്രൂഫും ഇല്ല. എന്നാൽ 10th നിങ്ങളുടെ ജീവിതത്തിൽ ആദ്യമായി ഒരു പബ്ലിക് എക്സാം എഴുതാൻ പോവുകയാണ്. നിങ്ങൾ 10 വരെ പഠിച്ചതിന് നിങ്ങളുടെ ഫോട്ടോ വെച്ച് നിങ്ങളുടെ മാർക്ക് എഴുതി ഒരു SSLC സർട്ടിഫിക്കറ്റ് തരാൻ പോവുകയാണ്. ഇതെല്ലാം നടക്കുന്നത് 10ാം ക്ലാസ്സിലാണ്. അതുകൊണ്ടാണ് 10ാം ക്ലാസ് ഒരു നാഴികക്കല്ലാണ് ഞാൻ പറയാൻ കാരണം. ഓക്കെ, അപ്പോൾ 10ാം ക്ലാസ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലായല്ലോ. ഇനി 10ത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ എല്ലാവരും ചെയ്യുന്ന 5 മിസ്റ്റേക്സ് ആണ് പറയാൻ പോകുന്നത്. ഈ മിസ്റ്റേക്ക് നിങ്ങൾ ഉറപ്പായും അവോയ്ഡ് ചെയ്യണം. അപ്പോൾ മിസ്റ്റേക്ക് നമ്പർ 1, ലോ സ്കോർ ഇൻ 9th. നിങ്ങൾക്കൊരു പക്ഷേ 9ാം ക്ലാസ്സിൽ മാർക്ക് കുറവാണ് എന്ന് വെക്കുക. എന്നാലും അതൊന്നും നിങ്ങളെ 10ാം ക്ലാസ്സിനെ യാതൊരു വിധത്തിലും ബാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് 9ാം ക്ലാസ്സിൽ മാർക്ക് കുറവാണ്, 10ലെത്തിയാൽ എങ്ങനെ പഠിക്കുമെന്ന് ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട. അപ്പോൾ 9ത്തിലെ കോൺസെപ്റ്റ് 10ത്തിൽ വന്നാൽ അത് വിട്ടേക്ക്. 1-2 കോൺസെപ്റ്റുകൾ അത് അപ്പോൾ തന്നെ പഠിക്കാവുന്നതേ ഉള്ളൂ. അത് ഒഴിച്ചു കഴിഞ്ഞാൽ 9ഉം 10ഉം തമ്മിൽ യാതൊരു ബന്ധവുമില്ല. പിന്നെ പല കുട്ടികളുടെയും പേടി ഞാനൊരു ആവറേജ് സ്റ്റുഡൻ്റ് ആണ്, ഞാൻ എങ്ങനെയാണ് 10ലെത്തിയാൽ ഫുൾ A+ വാങ്ങിക്കുക എന്നതാണ്. എനിക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, അവന് 9ത്തിൽ 50% പോലും ഇല്ലായിരുന്നു. ആവറേജും അല്ല, ബിലോ ആവറേജ് സ്റ്റുഡൻ്റ് ആയിരുന്നു അവന്. ടീച്ചേഴ്സിനൊക്കെ അവൻ പാസ്സാകുമോ എന്ന് വരെ പേടിയായിരുന്നു. വിഷുവിലെയും ക്രിസ്മസിലെയും പരീക്ഷയിലൊക്കെ അവൻ പല വിഷയത്തിലും പൊട്ടി. എന്നാൽ മെയിൻ പരീക്ഷ മാർച്ചിലായിരുന്നു. അതുകൊണ്ട് ജനുവരി ആ ടൈം ആകുമ്പോഴത്തേക്ക് പാഠങ്ങളെല്ലാം തീർത്ത് ബാക്കി ഈ സമയം മുഴുവൻ റിവിഷൻ ആയിരിക്കും. ആ സമയം മുഴുവൻ ഇവൻ ഇരുന്ന് പഠിച്ച് റിസൾട്ട് വന്നപ്പോൾ ഇവന് 8A+, 2Aയും. 9ത്തിൽ ഒരു ബിലോ ആവറേജ് സ്റ്റുഡൻ്റ് ആയിരുന്ന അവന് 10ത്തിൽ ഇത്രയും മാർക്ക് വാങ്ങാൻ സാധിക്കും എന്നുണ്ടെങ്കിൽ ഒരു ആവറേജ് സ്റ്റുഡൻറ്റിന് ഉറപ്പായും 10A+ വാങ്ങാൻ പറ്റും. അതിന് നമ്മുടെ മെൻറ്റാലിറ്റിയാണ് ആദ്യം വ്യത്യാസം വരുത്തേണ്ടത്. ആരൊക്കെ അതും ഇതും പറയുന്നത് കേട്ട് ഡീമോട്ടിവേറ്റ് ആവരുത്. 10ത്തിൽ നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും മികച്ച ക്ലാസ് ആയിരിക്കും. അതിന് നിങ്ങൾ ഇന്നൊരു കമൻറ്റ് ചെയ്യും, ക്ലാസ് 10th വിൽ ബി ദ ബെസ്റ്റ് ക്ലാസ് ഓഫ് മൈ ലൈഫ്. ഇങ്ങനെ ഒരു കമൻറ്റ് ഇടും. അപ്പോൾ മിസ്റ്റേക്ക് നമ്പർ 2, ഫോളോ ലെസ് ടീച്ചർ. എന്താണ് ഇതിൻ്റെ അർത്ഥം? ഇപ്പോൾ ഒരു കുട്ടി യൂട്യൂബ് ക്ലാസ് നോക്കി പഠിക്കുന്നു, സ്കൂളിൽ നിന്ന് പഠിക്കുന്നു, ട്യൂഷനിൽ നിന്ന് പഠിക്കുന്നു, ഓൺലൈൻ ട്യൂഷനിൽ നിന്ന് പഠിക്കുന്നു, അങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്ന് പല ടീച്ചേഴ്സിൽ നിന്ന് പഠിക്കുന്നു. ഓരോ ടീച്ചേഴ്സും പല മെത്തേഡിലായിരിക്കും പഠിപ്പിക്കുന്നത്, പല രീതിയിലായിരിക്കും പഠിപ്പിക്കുന്നത്. ഇതെല്ലാം കൂടി പഠിക്കാൻ നോക്കുന്ന കുട്ടി ഫുൾ കൺഫ്യൂഷനായി ഒന്നും കിട്ടാതെ പോകും. അതിന് ഒരു സബ്ജക്റ്റ് ഒരു ടീച്ചേഴ്സ് അല്ലെങ്കിൽ മാക്സിമം 2 ടീച്ചേഴ്സ്, ദാറ്റ്സ് ഓൾ. റിയാലിറ്റിയിലോട്ട് നോക്കിയാൽ ഒരു വിഷയം 4 ടീച്ചേഴ്സോ 10 ടീച്ചേഴ്സോ പഠിപ്പിച്ചിട്ട് കാര്യമില്ല, നമ്മൾ സ്വന്തം പഠിക്കുന്നത് വരെ. അപ്പോൾ 3ാമത്തെ മിസ്റ്റേക്കാണ് സ്മാർട്ട് സ്റ്റഡി. എന്താണ് ഈ സ്മാർട്ട് സ്റ്റഡി? ഇതിലെ ഫസ്റ്റ് സ്റ്റെപ്പാണ് ഹൗ മെനി ഹവേഴ്സ്. ഞാൻ ഇന്ന് ഫിസിക്സിലെ ഈ ചാപ്റ്റർ പഠിക്കും, അല്ലെങ്കിൽ സോഷ്യലിലെ ഈ ഭാഗം കംപ്ലീറ്റ് ചെയ്യും. ഇതേപോലെ ഓരോ ദിവസവും ടാർഗറ്റ് വെച്ച് പഠിക്കുക, എന്നിട്ട് അത് വെച്ച് ടൈം ടേബിളും ക്രിയേറ്റ് ചെയ്യുക. ഇപ്പോൾ ഒരാൾ പറയുകയാണ് നിങ്ങൾ 7 മണി മുതൽ 8 മണി വരെ ഇത് ചെയ്യണം, 9 മണി മുതൽ 10 മണി വരെ ഇങ്ങനെ ചെയ്യണം. ഇതേപോലെ സ്ട്രിക്റ്റ് ആയിട്ട് ടൈം ടേബിൾ ഉണ്ടാക്കാതെ ഈ 5 കാര്യങ്ങൾ ഞാൻ ഇന്ന് ചെയ്തു തീർക്കും, ഇത് ചെയ്തിട്ടേ ഞാൻ ഇന്ന് ഉറങ്ങും, ഇതേപോലെ ഉണ്ടാക്കുക. അടുത്ത സ്റ്റെപ്പ് എന്താണ്? സബ്ജക്റ്റ് സ്ട്രാറ്റജി. ഞാൻ ഇന്ന് ഫിസിക്സ് പഠിക്കും, എങ്ങനെ പഠിക്കും? അല്ലെങ്കിൽ ഞാൻ ഇന്ന് കെമിസ്ട്രി പഠിക്കും, എവിടെ നോക്കി പഠിക്കും, ഏത് ചാനലിൽ നോക്കി പഠിക്കും? ഇതൊക്കെ തീരുമാനിക്കുക. ഈ ഒരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ലാസ്റ്റ് സ്റ്റെപ്പാണ് റിവിഷൻ. ഈ റിവിഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ സീനിയേഴ്സിനോടൊക്കെ ചോദിച്ചാൽ മതി, അവർ പറഞ്ഞത് ഈ റിവിഷൻ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്നത്. എങ്ങനെയാണ് ഈ റിവിഷൻ ചെയ്യുക? സ്കൂളിൽ പഠിച്ചത് ട്യൂഷൻ സെൻറ്ററിൽ പഠിച്ചതൊക്കെ വീട്ടിൽ വന്ന് ജസ്റ്റ് ഒന്ന് മറിച്ച് വെക്കുക. വെറും 10 മിനിറ്റ് മാത്രമേ എടുക്കുള്ളൂ. ഇതാണ് 3ാമത്തെ മിസ്റ്റേക്ക്. ഇനി 4ാമത്തേതിലോട്ട് പോകാം. മിസ്റ്റേക്ക് നമ്പർ 4, റൈറ്റിംഗ് പ്രാക്ടീസ്. നമുക്കൊരു കോൺസെപ്റ്റ് എത്രയൊക്കെ അറിയാമെന്നുണ്ടെങ്കിൽ അത് പേപ്പറിൽ എഴുതാൻ അറിയില്ല എന്നാണെങ്കിൽ അതിലൊരു കാര്യവുമില്ല. പഠിക്കുക എന്നത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണോ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് എഴുതി പഠിക്കുക എന്നത്. ഒരാൾക്ക് നന്നായി പഠിക്കാനുള്ള കഴിവുണ്ട്. എത്ര ടഫായിട്ടുള്ള കോൺസെപ്റ്റും അത് മനസ്സിലാക്കാൻ പറ്റും. എത്ര വലിയ കുറിപ്പാണെങ്കിൽ അവനത് കാണാതെ പഠിക്കും. പക്ഷെ അവൻ എഴുതുന്നതിന് മുഴുവൻ സ്പെല്ലിംഗ് മിസ്റ്റേക്കാണ്, അല്ലെങ്കിൽ അവൻ്റെ ഹാൻഡ് റൈറ്റ് ആർക്കും മനസ്സിലാവില്ല. അങ്ങനെയാണെങ്കിൽ അവൻ പഠിക്കുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ? ഇല്ല. അതുകൊണ്ട് നമ്മൾ നമ്മുടെ ഹാൻഡ് റൈറ്റിംഗ് എപ്പോഴും നന്നാക്കാൻ നോക്കുക. നമ്മൾ എഴുതുന്നത് നമ്മൾക്ക് മാത്രമല്ല മറ്റൊരാൾക്ക് മനസ്സിലാവുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തുക. നമ്മുടെ പബ്ലിക് എക്സാമിലൊക്കെ ഹാൻഡ് റൈറ്റിംഗ് മോശമാണെങ്കിൽ നമുക്ക് കിട്ടേണ്ട മാർക്ക് കിട്ടില്ല. അതുകൊണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു പേന എടുത്ത്
ബ്ലൂവോ അല്ലെങ്കിൽ ബ്ലാക്കോ എങ്കിൽ സെലക്ട് ചെയ്ത് നന്നായി എഴുതി പ്രാക്ടീസ് ചെയ്യുക തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. നമ്മുടെ ലാംഗ്വേജ് എക്സാം ആയിക്കോട്ടെ, ഇംഗ്ലീഷ് ആയിക്കോട്ടെ, ഇനി ഹിന്ദി ആയിക്കോട്ടെ, ഇതെല്ലാം മറ്റൊരാൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ എഴുതി നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അതേപോലെ എത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണെങ്കിലും വളരെ സിമ്പിളായിട്ട് പ്രസൻറ്റ് ചെയ്യാൻ പഠിക്കുക. ഇത് നിങ്ങൾക്ക് 10th മാത്രമല്ല വലിയ ക്ലാസ്സുകളിലേക്കും ഉപകാരപ്പെടും. ബുക്കിൽ എന്താണോ പറഞ്ഞത് അത് കോപ്പി പേസ്റ്റ് ചെയ്യാതെ നമ്മുടെ ഭാഷയിലാക്കി എഴുതുക. അങ്ങനെ സിമ്പിളായിട്ട് പ്രസൻറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഫെയിൻമാൻ ടെക്നിക്ക് പോലുള്ള ടെക്നിക്കുകളൊക്കെ ഉപയോഗിക്കാൻ പറ്റും. നമ്മുടെ എല്ലാ ക്ലാസ്സുകളിലും ഉണ്ടാവും ക്ലാസ്സിൽ വലിയ ആക്റ്റീവ് ഒന്നും അല്ലെങ്കിൽ എക്സാമിന് നല്ല മാർക്ക് വാങ്ങിക്കുന്നവർ. അവരുടെയൊക്കെ ഒരു മേജർ കഴിവാണ് ആൻസർ കുറേയൊന്നും അറിയില്ലെങ്കിലും അറിയാവുന്നത് പേപ്പർ നോക്കുന്ന ടീച്ചറിന് മനസ്സിലാവുന്ന രീതിയിൽ പ്രസൻറ്റ് ചെയ്യാനുള്ള കഴിവ്. ആ ഒരു കഴിവാണ് ഇവിടെ പലർക്കും ഇല്ലാത്തതും. പലർക്കും അവർക്ക് നല്ല മാർക്ക് വാങ്ങാൻ കപ്പാസിറ്റി ഉണ്ടായിട്ടും അതിൽ നിന്നും അവരെ പിൻവലിക്കുന്നത് ഇതേ കാരണം തന്നെയാണ്. ഇതേപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയതും എന്നാൽ ആരും അത്ര ശ്രദ്ധിക്കാത്തതുമായ ഒരു ഭാഗമാണ് കാൽക്കുലേഷൻ. 10th ക്ലാസ്സിൽ നോക്കുകയാണെങ്കിൽ മാത്സിലുണ്ട് പല ഇക്വേഷൻസും കാൽക്കുലേഷൻസും, അതേപോലെ ഫിസിക്സിലുണ്ട് ഇക്വേഷൻസും കാൽക്കുലേഷൻസും, അതേപോലെ കെമിസ്ട്രിയിലുണ്ട് ചെറിയ രീതിയിൽ ഇക്വേഷൻസും കാൽക്കുലേഷൻസും. അപ്പോൾ എഴുതി പ്രാക്ടീസ് ചെയ്യുന്നതോടൊപ്പം ചെറിയ രീതിയിൽ കാൽക്കുലേഷൻസും എല്ലാം നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടതുണ്ട്. ഇനി ലാസ്റ്റ് മിസ്റ്റേക്കാണ് സി റൂൾ. ഈ ഒരു മിസ്റ്റേക്ക് നിങ്ങൾ ഉൾപ്പെടെ എല്ലാവരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ്. ഈ ഒരു മിസ്റ്റേക്ക് മാത്രം മാറ്റിയാൽ നിങ്ങൾക്ക് 10th നിങ്ങളുടെ ബെസ്റ്റ് മാർക്ക് വാങ്ങാൻ പറ്റും. എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ് 10th ക്ലാസ് തുടങ്ങിയ ഉടനെ നല്ല രീതിയിൽ പഠിക്കും, ഭയങ്കര മോട്ടിവേഷനൊക്കെ ആയിരിക്കും. ഇതൊരു മാസമൊക്കെ ഉണ്ടാവും. പിന്നെ ഈ മോട്ടിവേഷൻ മെല്ലെ മെല്ലെ കുറഞ്ഞു വരും. പിന്നെ അത് തീരെ ഇല്ലാതാവും. നിങ്ങൾ മനസ്സിലാക്കണം, ഇത് വലിയൊരു മിസ്റ്റേക്കാണ്. ഇവിടെയാണ് നമ്മുടെ സി റൂൾ വരുന്നത്, കൺസിസ്റ്റൻസി റൂൾ എന്ന് പറയുന്നത് എല്ലാ ദിവസവും കുറച്ചെങ്കിലും പഠിക്കണം. ഇത് കുറേയൊന്നും പഠിക്കാനുണ്ടാവില്ല. ഓരോ ദിവസം എടുക്കുന്നത് അന്നന്ന് പഠിക്കുന്നതിനാണ് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. കൂടുതൽ ആളുകളും ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ്, ആദ്യമൊക്കെ നല്ല രീതിയിൽ പോകും, പിന്നെ അത് കുറഞ്ഞ് തീരെ ഇല്ലാതാവും. പിന്നെ ഇവർക്ക് പഠിക്കണം എന്നൊക്കെ ചിന്ത വരുന്നത് മോഡൽ എക്സാമിൻ്റെ ആ ഒരു സമയത്തൊക്കെ ആയിരിക്കും. അപ്പോഴേക്കും കാര്യങ്ങൾ ഏകദേശം കയ്യിൽ നിന്ന് പോയിട്ടുണ്ടാവും. പിന്നെ നഷ്ടപ്പെട്ട സമയങ്ങൾ തിരിച്ചു കിട്ടുകയുമില്ല. നിങ്ങൾ എൻജോയ് ചെയ്യണം, ഉറപ്പായി എൻജോയ് ചെയ്യണം. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളുടെ ജീവിതത്തിലെ ഗോൾഡൻ മൂമെൻറ്റ്സ് ആണിത്. എന്നാൽ ആ സമയത്ത് കൺസിസ്റ്റൻസി കൈവിട്ട് പോകാതെ എൻജോയ്മെൻ്റ് ഇടയിലും പഠിക്കാനുള്ളത് പഠിക്കണം. അതേപോലെ പഠിക്കുമ്പോൾ മാക്സിമം ഡിസ്ട്രാക്ഷൻസ് ഒഴിവാക്കുക. പഠിക്കുമ്പോൾ ഇൻസ്റ്റഗ്രാം നോക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും ഗെയിം കളിക്കുക, അത് പാടില്ല. നമ്മൾ 1 മണിക്കൂറാണ് പഠിക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ സമയം ഫുൾ ഫോക്കസോട് കൂടി പഠിക്കാൻ ശ്രമിക്കുക. ഫ്രണ്ട്സ്, നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സമയമാണ് കടന്നു വരുന്നത്. ഇനി വരുന്ന ജീവിതത്തിൽ എല്ലായ്പ്പോഴും ഓർക്കുന്ന ഗ്രേഡ്സ് ആണ് 10th വരുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ പാരൻസിനെ പ്രൂവ് ചെയ്ത് കൊടുക്കണം, നിങ്ങളുടെ റിലേറ്റീവ്സിനെ പ്രൂവ് ചെയ്ത് കൊടുക്കണം. എല്ലാത്തിനുപരി നിങ്ങൾ നിങ്ങളെ തന്നെ പ്രൂവ് ചെയ്യണം. എന്നെക്കൊണ്ട് പറ്റും, എന്നെക്കൊണ്ട് 10 A+ വാങ്ങാൻ പറ്റും. അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാവണം, കഷ്ടപ്പെടാൻ തയ്യാറാവണം. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങളുടെ 10th നിങ്ങൾക്ക് എല്ലാവിധ സഹായത്തിനും ഞാനിവിടെ ഉണ്ട്. 10th കഴിഞ്ഞ് എനിക്കറിയാം നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്ന്. അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ബൈ ഗായ്സ്.